നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ഒരു അമ്മയും മകനും ഒരുമിച്ച് ആർട്ട് പഠിക്കുന്നുണ്ട്, ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. ആ ഒരു പഠനം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയെന്ന് കേൾക്കണോ? എങ്ങനെയുണ്ട്? ഫിനിഷ് ആയിട്ടില്ല, പക്ഷേ നല്ല രീതിയിൽ ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ കണ്ടതിനേക്കാളും കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ. കുറേ ബെറ്റർ ആയിട്ടുണ്ട്, കുറേ ഷെയ്ഡൊക്കെ നോക്കിയിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഡീറ്റെയിലിംഗ് ആണ് കൂടുതൽ ഇഷ്ടം, ഷേപ്സ്, ഡീറ്റെയിൽസ്, ടെക്സ്ചർ ആണ് കൂടുതൽ ഇഷ്ടം. ഒരാൾക്ക് ഷെയ്ഡിങ് ആണ്, ഷാഡോസ്, വാല്യൂസ് ആണ്. വ്യത്യാസം മനസ്സിലായ ചിത്രങ്ങളുടെ മോനൊന്ന് കാണിച്ച് വ്യത്യാസം മനസ്സിലായോ? ഒരാൾക്ക് ഡീറ്റെയിലിംഗ് ആണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം, ഒരാൾക്ക് ഷെയ്ഡൊക്കെയാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം. രണ്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ എഫേർട്ട് മനസ്സിലാവുന്നുണ്ട്, ഓരോ ഭാഗങ്ങളും നോക്കി നോക്കി. ഞാൻ സുമി, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്. ഏതാണ് ആദ്യം ജോയിൻ ചെയ്തത്, പിന്നെ ഞാനും കൂടെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ എനിക്ക് വന്നതാണ്. അപ്പോൾ ഇത് ഇവൻ മാർച്ച് എക്സാം ആയിരുന്നു. അപ്പം ഞങ്ങളാണെന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് ഒരു വൈബിൽ വരയ്ക്കുന്ന ടീമാണ്. ഒരു ടേബിളിലിരുന്ന് വരയ്ക്കുക, അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ വീതിനാണെങ്കിൽ ഈ ഷെയ്ഡിങ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അവനിങ്ങനെ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിങ് ഇഷ്ടമല്ല. അപ്പം ഞാനാണെങ്കിൽ ഡീറ്റെയിൽ ഷേപ്പ്, അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഡീറ്റെയിൽ ഷെയർ ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ച് ഞാൻ ഈ പടം എടുത്തപ്പോൾ ഞാൻ വെച്ചു വളരെ സിമ്പിളാണ്, ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വരച്ച് വന്നപ്പോൾ ഡീറ്റെയിൽ ചെയ്ത് കംപ്ലീറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ എന്നാലും എൻജോയ് ചെയ്ത് സാറ് പറഞ്ഞ പോലെ നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ച് സ്ലോ ആക്കി പിടിച്ചിരിക്കുകയാണ്. വേദും അതുപോലെ തന്നെ കുറച്ച് ശരി, അവന് ആ കുറച്ച് ടൈം കിട്ടിയുള്ളൂ, കാരണം മാർച്ച് എക്സാംസ് ആയിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ച് ഒരുവിധം ആക്കി. എങ്കിലും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്, ടൈമൊക്കെ കണ്ടുപിടിച്ച് എൻജോയ് ചെയ്ത് വരയ്ക്കാനും. അത് പിന്നെ ഒരുപാട് പേരെ പടങ്ങൾ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഇൻസ്പിറേഷനും, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഫീല് നമുക്ക് വന്നത്, ഗ്രൂപ്പ്, അതിൻ്റെയൊക്കെ ഒരു വൈബ്, അതൊക്കെ വണ്ടർഫുള്ളാണ്. നമുക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ്. സാർ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഗ്രേറ്റ്ഫുൾനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മളെല്ലാവരും ഒരുപാട് ബെനിഫിറ്റ് ചെയ്തത്, ഒരുപാട് ബ്ലെസ്ഡ് ആണ് നമ്മളെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു സർ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.